എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സാറയുടെയും സാക്കുറയും അവർ രണ്ടുപേരും ഷൂരിംഗൻ ട്രെയിനിങ് എടുക്കുകയാണ്. സാറുടെ ആണെങ്കിൽ ടെൻഷനായി ഇപ്പൊ സാക്കുറയോട് ചോദിക്കും, പപ്പ എന്നോട് യാതൊരു കാര്യവും പറയാതെയാണ് പെട്ടെന്ന് രാവിലെ പോയത്, എന്തുകൊണ്ടാണ് എന്നോട് അദ്ദേഹം പോകുന്ന കാര്യം പറയാതിരുന്നത്? അതിന് സാക്കുറ പറയും, എന്നോടും അദ്ദേഹം പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ല. ആക്ച്വലി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ പരുന്ത് അത് ഏജ്ഡ് ആയെന്നും അതിനെ റീപ്ലേസ് ചെയ്യാൻ സമയമായെന്നും എന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഒരുപക്ഷെ പുതിയൊരു പരുന്തിനെ വാങ്ങാനായിരിക്കാം നിന്റെ പപ്പ പോയിരിക്കുക. സാറയുടെ ദേഷ്യം അത് ഇരട്ടിയാവും. എങ്കിലും ഒരു വാക്ക് അത് അമ്മയോട് പറഞ്ഞിട്ട് പോവേണ്ടതല്ലേ? അമ്മയ്ക്ക് അതിൽ യാതൊരു വിഷമവും ഇല്ലേ? ഉടനെ സാക്കുറയാണെങ്കിൽ അവളെ സമാധാനിപ്പിക്കും. നീ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ടെൻസ്ഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ പപ്പ സാസുക പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളും വളരെ സർപ്രൈസ്ഡ് ആയിട്ടായിരിക്കും ചെയ്യുക എന്ന് പറയും. അത് കേട്ട് കലിയിളകിയ സാക്കുറ ആ ഒരു ബോർഡിലേക്ക് ഷുരിംഗം വലിച്ചെറിയും. ഷുരിംഗം കൊണ്ട് ആ ഒരു ബോർഡ് അതങ്ങനെ തകർന്നു പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് സാസുകയും ബൊറൂട്ടോയും കാണിക്കും. അവർ രണ്ടുപേരും ഇതിനെ വാങ്ങാനായിട്ട് ഒരു പ്രത്യേക സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മധ്യ ട്രെയിനിലുണ്ടായിരുന്ന ഒരാള് ഇപ്പൊ അവരോട് പറയും, ആക്ച്വലി ഒരു ട്രെയിൻ അത് പാളത്തിൽ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ്. സോ പഴയ റൂട്ട് വഴിയല്ല ഇത് പോകുന്നത്. സാസുകയാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം രണ്ടാമൊന്നും ചിന്തിക്കാതെ ആ ട്രെയിനിന്റെ മുകളിലേക്ക് ചാടിക്കയറും. അത് കണ്ട് ബൊറൂട്ടോയും ആളുടെ പിന്നാലെ വരികയാണ്. ട്രെയിനിന്റെ മുകളിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പൊ താഴെയുള്ള മലനിരകളിലേക്ക് ചാടി വരികയാണ്. അവിടുന്ന് അങ്ങനെ ഓടി ഓടി ഒരു വിധത്തിൽ അവർക്ക് പോവേണ്ട ആ ഒരു സ്ഥലത്തെത്തും. അപ്പോൾ അവർ കാണും ദൂരത്തായിട്ട് ഒരു സറൗണ്ടിൽ വലിയൊരു സൂ പോലെ വലിയൊരു കെട്ടിടം. അവരതിലേക്ക് നോക്കി നിൽക്കേണ്ട താമസം ഒരു സെക്യൂരിറ്റിയും അവന്റെ ചെന്നായി അവിടേക്ക് കടന്നു വരും. ഇവിടെ ഇങ്ങനെ ഉള്ള ഗ്രാമത്തിലുള്ളവർക്ക് പ്രവേശനം ഇല്ലാത്തതാണ്. സോ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, എത്രയും വേഗം കടന്നു പോകാനായിട്ട് പറയും. അത് കേട്ട് നമ്മുടെ ആൾക്കാരും പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ഇപ്പൊ അവിടുന്ന് കടന്നു പോവാണ്. സാസുകയാണെങ്കിൽ ആ മലനിരകൾക്കിടയിലൂടെ ഇപ്പൊ ദൂരത്തായിട്ടുള്ള ഒരു വീട് ലക്ഷ്യമാക്കി വരും. ആണെങ്കിൽ ആ വീട് കണ്ട് അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കേണ്ട താമസം ഒരമ്പ് അങ്ങനെ തെറിച്ചു വന്ന് അവന്റെ ഷട്ടിൽ കുത്തി കയറുകയാണ്. അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അടുത്ത നിമിഷം ഒരു ശബ്ദം അവിടുന്ന് ഉയരാനായിട്ട് തുടങ്ങും. നിങ്ങളോട് ഞാൻ എത്ര തവണ പറഞ്ഞു ഇവിടേക്ക് വരാൻ പാടില്ല എന്ന്. ഔട്ട്സൈഡേഴ്സ് ഇവിടേക്ക് വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഉടനെ സാസുകയാണെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് ആളുടെ അമ്പ് തട്ടിമാറ്റി വീട്ടിലേക്ക് കടന്നു വരും. ആ ഗ്രാൻഡ് പേ ആണെങ്കിൽ അവരോട് ക്ഷമ പറയും, ഐ എം സോറി. റെക്കൂൺ ടീമിൽപ്പെട്ട ചില ആൾക്കാർ ഇടയ്ക്കിടയ്ക്ക് എന്നെ ശല്യപ്പെടുത്താറുണ്ട്. അവരാണെന്ന് കരുതിയാണ് ഞാൻ അറ്റാക്ക് ചെയ്തത്. സെൻട്രിക് ഓക്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക ക്രീച്ചറുണ്ട്. അവർക്ക് അതിന് ആവശ്യമുണ്ട്. എനിക്ക് മാത്രമാണ് അത് എവിടെയാണെന്ന് അറിയാവുന്നത്. അതുകൊണ്ടാണ് ക്യാഷ് തന്നും ഭീഷണിപ്പെടുത്തിയും എന്നിൽ നിന്ന് ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. സാസുകയാണെങ്കിൽ അവർ കണ്ട സൂവിനെ കുറിച്ച് ചോദിക്കും. അപ്പാപ്പൻ പറയും, അതെ, അങ്ങനെ ഒരു സൂ അത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. റയർ ആയിട്ടുള്ള ചില സ്പീഷീസിനൊക്കെ അവിടെ വെച്ച് അവർ വിൽക്കുന്നുണ്ട്. സത്യത്തിൽ അത് നിയമവിരുദ്ധമാണ്. പക്ഷേ ഇവിടെ ചില ലോസ് ഒന്നും കറക്റ്റായിട്ട് പാലിക്കാറില്ല. അതുകൊണ്ട് അവരുടെ ബിസിനസ് നന്നായിട്ട് മുൻപോട്ട് പോകുന്നു. ഉടനെ സാസുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ ബൊറൂട്ടോ ആയിട്ട് സ്ട്രെയിറ്റ് ആയി ആ ഒരു സൂവിലേക്ക് വരികയാണ്. സെക്യൂരിറ്റി ആണെങ്കിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യും. റിസപ്ഷനിലേക്ക് കടന്നു വരും. അവിടെയാണെങ്കിൽ ഒരുപാട് പേര് പെറ്റ്സിനെ വാങ്ങിയവർ പോസ്റ്റ് ചെയ്ത കുറേ ഫോട്ടോസ് കാണുകയാണ്. ആ റിസപ്ഷൻ പേഴ്സൺ പറയും, ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ്, ഞങ്ങളുടെ ഈ ഒരു സൂവിൽ വെച്ചാണ് ഈ പെറ്റ്സുകളെ എല്ലാം വാങ്ങിയത്. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഒരു സൂവിന്റെ ഓണർ ആള് CCTV-യിലൂടെ അവരെ നോക്കി നിൽക്കും. ആ ഓണർ ആണെങ്കിൽ ഇപ്പൊ റിസപ്ഷൻ ബോയോട് പറയും, അവരെ കാണുമ്പോൾ തന്നെ അറിയാം 5 പൈസ പോലും എടുക്കാനില്ലാത്ത ആൾക്കാരാണ്. സോ എത്രയും വേഗം അവരെ ഒഴിവാക്ക്. അവരത് പറയേണ്ട താമസം ബൊറൂട്ടോ ആണെങ്കിൽ ടെൻറ്റോടെ ഫോട്ടോ കണ്ട് അവനെ തിരിച്ചറിയുകയാണ്. ഉടനെ ആ ബോസ് ആണെങ്കിൽ അല്പസമയം വെയിറ്റ് ചെയ്ത് അവരോട് സംസാരിക്കാനായിട്ട് പറയും. അല്പസമയം കഴിഞ്ഞ ആ ഓണർ ലേഡി അവൾ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. ആക്ച്വലി റിച്ച് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഞങ്ങൾ ഇവിടേക്ക് ക്ഷണിക്കാറുള്ളൂ. നിങ്ങൾ ആരൊക്കെയാണ്, എവിടുന്ന് വരുന്നു എന്നൊക്കെ ചോദിക്കും. അതിന് നമ്മുടെ ആൾക്കാർ മറുപടി പറഞ്ഞ് അങ്ങനെ നടക്കുകയാണ്. ആ ലേഡി ഇപ്പോൾ റെയർ ആയിട്ടുള്ള ഒരുപാട് പെറ്റ്സിനെ നമ്മുടെ ആൾക്കാർ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ മകൻ വളരെ ബാഡായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് കടന്നു വരികയാണ്. ആ ലേഡി ആണെങ്കിൽ അവനോട് ഫ്രഷായി നല്ല ഡ്രസ്സൊക്കെ ധരിക്കാൻ പറയും. ലേഡി ആണെങ്കിൽ ഒരു ചെരുപ്പ് തൂക്കി എറിഞ്ഞ് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം അത് എത്രമാത്രം ടൈറ്റ് ആണെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഒരു ഇല അനങ്ങിയ ഞാൻ അറിയും. ബൊറൂട്ടോ ആണെങ്കിൽ ദൂരത്തായി കണ്ട ഒരു കൂടിന്റെ അടുത്തേക്ക് പോകും. അത് കണ്ട ആ ലേഡി പറയും, ഒരു സെൻട്രി ഹോക്ക് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതിന് ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അതിനെ എനിക്ക് മാറ്റേണ്ടതായിട്ട് വന്നു. അതിനുശേഷം ബൈ മിസ്റ്റേക്കിൽ അത് എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ഇനി എങ്ങനെയെങ്കിലും അതിനെ എനിക്ക് കണ്ടെത്തി തിരികെ ഈ കൂട്ടിൽ അടയ്ക്കണം. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ രക്ഷപ്പെട്ടു
പറയും, നീ ഒരു കാരണവശാലും ജനങ്ങളെ ഭീഷണിപ്പെടുത്തി സെൻട്രി ഹോക്കിനെ ഇവിടെ അടച്ചു വെക്കാൻ പാടില്ല. മാത്രമല്ല ആ ഒരു അപ്പാപ്പനെ മിരട്ടുന്നതും അവരെ ഭീഷണിപ്പെടുത്തുന്നതും നിങ്ങൾ തന്നെയല്ലേ. ആ ലേഡി ആണെങ്കിൽ അതെല്ലാം കേട്ട് ചിരിക്കുകയാണ്. ഉടനെ സാസുക ബൊറൂട്ടോയുമായിട്ട് അവിടുന്ന് കടന്നു പോകും. ലേഡി ആണെങ്കിൽ വിളിച്ചു പറയും, തീർച്ചയായിട്ടും അവന്റെ കയ്യിൽ നിന്ന് എനിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ അത് ഞാൻ കളക്ട് ചെയ്യും. അത് കിട്ടിയിട്ടില്ല എങ്കിൽ അവന്റെ വീടും അവനെയും മൊത്തമായിട്ട് ഞാൻ ഇല്ലാതാക്കുമെന്ന് നീ അവനോട് പറഞ്ഞേക്ക്. ബൊറൂട്ടോ ആണെങ്കിൽ സാസുകയോട് തീർത്ത് പറയും, ഒരു കാരണവശാലും നമ്മൾ ഈ സൂ അതിവിടെ മുൻപോട്ടേക്ക് പോകാൻ അനുവദിക്കരുത്. ഇത് തകർത്ത് ആ റയർ സ്പീഷീസുകളെ എല്ലാം തന്നെ മോചിപ്പിക്കണം. അതിന് സാസുക പറയും, നമ്മുടെ ലക്ഷ്യവും ഇവിടേക്ക് വന്നതിന്റെ ആവശ്യവും ഇതൊന്നുമല്ല, അത് നീ മറക്കാൻ പാടില്ല. കട്ട് ചെയ്ത ആ ഓണർ ലേഡി അവളാണെങ്കിൽ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കണ്ട ആ ഒരു സെക്യൂരിറ്റിയെ ആളകത്തേക്ക് വിളിച്ച് നമ്മുടെ ആൾക്കാരുടെ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ്. അതേസമയം ഇവിടെ ബൊറൂട്ടോയും സാസുകയും അവർ തിരികെ ആ അപ്പാപ്പന്റെ അടുത്തേക്ക് വന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയും. അപ്പാപ്പനാണെങ്കിൽ സാസുകയോട് പറയും, നിങ്ങൾ ഒരാളെ മാത്രം വൈറ്റ് ഹോക്കിനെ ഞാൻ കാണിച്ചു തരാം. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ ശാഠ്യം പിടിക്കും, എനിക്ക് എന്തായാലും കാണണം. പക്ഷെ സാസുക അവനെ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് അവിടെ നടന്നു പോവാണ്. ഇപ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ ഒരു സെക്യൂരിറ്റി അവനും അവരെ ഫോളോ ചെയ്ത് പിന്നാലെ വരും. ആ കാര്യം മനസ്സിലാക്കിയ സാസുകയാണെങ്കിൽ കാക്കകൾ ഉപയോഗിച്ച് അവനെ ഇടിച്ച് താഴെയിട്ട് ഗെഞ്ചിപ്സുകളിലൂടെ അവനെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോ ആണെങ്കിൽ ഒരുപാട് നേരമായി അവർ തിരിച്ചു വരുന്നത് കാത്ത് അങ്ങനെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ്. അപ്പോഴായിരിക്കും ഒരു വെള്ള കഴുകനെ അവൻ കാണുക, ഒരു വെള്ള പരുന്തിനെ അവൻ കാണുക. ബൊറൂട്ടോ ആണെങ്കിൽ അതിനെ ഫോളോ ചെയ്ത് അതിന്റെ പിന്നാലെ ഓടുകയാണ്. ആ പരുന്ത് അങ്ങനെ പറന്നു വന്ന് ആ ഒരു ഓണർ ലേഡിയുടെ മകന്റെ കയ്യിലിരിക്കും. അവൻ ബൊറൂട്ടോയെ കാണേണ്ട താമസം, നീയും എൻ്റെ അമ്മയുടെ ക്ലൈൻ്റ് അല്ലേ ചോദിക്കും. അതിന് ബൊറൂട്ടോ പറയും, ക്ലൈൻ്റ് ഒന്നും അല്ല, ഞങ്ങൾ ജസ്റ്റ് ആ ഒരു സൂ കാണാൻ വന്നതാണ്. ഈ വെള്ളപ്പരുന്ത് ഒരു റയർ സ്പീഷീസ് അല്ലേ, ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു ചോദിക്കും. അതിനവൻ മറുപടി ഒന്നും പറയാതെ തിരിഞ്ഞു നടക്കും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ പിന്നാലെ പോയി ആ പരുന്തിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. വേറെ വഴിയില്ലാതെ അവൻ പറയും, എനിക്കിതിനെ വളരെ ചെറുപ്പത്തിൽ എൻ്റെ കയ്യിൽ കിട്ടിയതാണ്. കൂട്ടിൽ നിന്ന് താഴെ വീണ് ഇതിന് ഒരുപാട് പരുക്കുകളൊക്കെ പറ്റിയിരുന്നു. ഞാനാണ് ഇതിനെപ്പോഴും ഫുഡ് കൊടുക്കുക. ഇപ്പോഴും ഇതിനെ കൊണ്ട് ഒറ്റയ്ക്ക് ഫുഡ് ഹണ്ട് ചെയ്യാനായിട്ട് കഴിയില്ല. അത് ഒറ്റയ്ക്ക് ഫുഡ് കണ്ടെത്തി കഴിക്കുന്നത് വരെ ഞാൻ ഇതിനെ ഫീഡ് ചെയ്യുമെന്ന് പറയും. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അവനോട് പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഇതിന് നീ ഫുഡ് ഹണ്ട് ചെയ്യാനുള്ള എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ കുറെ എലികളെ അതിന് നേരെ അയക്കുകയാണ്. ആ പരുന്താണെങ്കിൽ മറ്റയാളെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഫോക്കസ് ഇല്ലാതെ അത് ഇടിച്ചു വീഴുകയാണ്. ഉടനെ ആ കുഞ്ഞിപ്പയ്യൻ അവൻ ഓടിപ്പോയി അതിനെ എടുക്കും. ഇന്നത്തെ ട്രെയിനിങ് തൽക്കാലം മതി, ഞാൻ തിരികെ എത്താൻ വയ്യ, തീർച്ചയായിട്ടും എൻ്റെ അമ്മ എന്നെ വഴക്കു പറയും. സോ എനിക്ക് പോകണമെന്ന് പറഞ്ഞ് അവൻ പോവാണ്. അതിന് ബൊറൂട്ടോ പറയും, തീർച്ചയായിട്ടും നാളെ ഇതേ സമയം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ബൊറൂട്ടോ ആണെങ്കിൽ അത്രയും പറഞ്ഞ് സ്ട്രെയിറ്റ് ആയിട്ട് ആ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. അതിനുശേഷം ബേർഡ്സിന്റെ സൈക്കോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത ചില ബുക്സ് ഒക്കെ അവൻ വായിക്കും. വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ഒരു ബുക്ക് എടുത്ത് നെക്സ്റ്റ് ഡേ ബൊറൂട്ടോ ആ പയ്യന് കൊടുക്കുകയാണ്. ഉടനെ ആ പയ്യനാണെങ്കിൽ തല താഴ്ത്തി നിൽക്കും, എനിക്ക് വായിക്കാനും എഴുതാനും അറിയില്ല. എന്നെ എൻ്റെ അമ്മ അക്കാദമിയിലോ സ്കൂളിലോ ഒന്നും അയച്ചിട്ടില്ല. വിദ്യാഭ്യാസത്തെ കഴിഞ്ഞും കൂടുതൽ വിദ്യാഭ്യാസം അത് വെറും വേസ്റ്റ് ആണെന്നാണ് എൻ്റെ അമ്മയുടെ പക്ഷം എന്ന് പറയും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അവനെ സമാധാനിപ്പിക്കും, കുഴപ്പമില്ല, ഇതിലുള്ള കാര്യങ്ങൾ നിനക്ക് വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞ് ബൊറൂട്ടോ വായിച്ച് കേൾപ്പിക്കാനായിട്ട് തുടങ്ങും. അത് കേട്ട് അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ബൊറൂട്ടോ അവനോട് ചോദിക്കും, നിന്റെ അമ്മയ്ക്ക് ശേഷം ആ ഒരു സൂ അത് നീ ടേക്ക് ഓവർ ചെയ്യോ? അതിനവൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരിക്കലും അതിന് സാധിക്കില്ല. ആക്ച്വലി എനിക്ക് എൻ്റെ പെറ്റ്സുകളോട് ഒരുപാട് സ്നേഹമാണ്, പക്ഷെ ഞാൻ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ല അമ്മ പെറ്റ്സുകളെ ട്രീറ്റ് ചെയ്യുന്നതെന്ന് പറയും. അതിന് ബൊറൂട്ടോ ആണെങ്കിൽ അല്പസമയം അവൻ്റെ പപ്പയെക്കുറിച്ച് ആലോചിക്കും. എൻ്റെ പപ്പ എൻ്റെ ലീഫ് വില്ലേജിൻ്റെ ഹൊക്കാഗെയാണ്. എനിക്ക് ഒരുപാട് പ്രഷർ പപ്പ കാരണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്നെല്ലാം മാറി എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ജീവിക്കുന്നത്. സോ നീയും ലൈഫ് നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചൂസ് ചെയ്തെടുക്കണം എന്ന് പറയും. ബൊറൂട്ടോ ആണെങ്കിൽ ചില ലെറ്റേഴ്സൊക്കെ അവൻ എഴുതി കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അവൻ ഹാപ്പിയായി തിരികെ വീട്ടിലേക്ക് എത്തി അവൻ്റെ അമ്മയോട് പറയും, എനിക്കും പഠിക്കണം. അത് കേട്ട് അവൻ്റെ അമ്മയാണെങ്കിൽ ടെൻസ്ഡ് ആയിട്ട് പറയും, പഠിക്കുന്നതൊക്കെ വെറുതെയാണ്, ടൈമും വേസ്റ്റ്, പണവും വേസ്റ്റ്. സോ നീ മര്യാദയ്ക്ക് റൂമിൽ പോയി റെസ്റ്റ് എടുക്കാൻ പറയും. അവനാണെങ്കിൽ രാശിയോട് കൂടെ വീട്ടിലേക്ക് വന്ന് ഇപ്പോൾ ആ ലെറ്റേഴ്സൊക്കെ എഴുതി പഠിക്കുകയാണ്. അവൻ്റെ തൊട്ടടുത്ത് ഒരു കൂട്ടിലായി ആ പരുന്തും ഉണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ ബൊറൂട്ടോ പറഞ്ഞു കൊടുത്ത ലെറ്റേഴ്സൊക്കെ ഉപയോഗിച്ച് ഒരു ചെറിയ ലെറ്റർ അവൻ്റെ പരുന്തിൻ്റെ കാലിൽ കെട്ടി ബൊറൂട്ടോയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ അവൻ്റെ വിൻഡോ തുറന്ന് ആ പരുന്തിൻ്റെ കാലിലുള്ള ലെറ്റർ അത് വായിക്കും. നാളെയും അതേ സ്ഥലത്ത് വെച്ച് കാണണം എന്നായിരിക്കും അതിൽ എഴുതിയിട്ടുണ്ടാവുക. കട്ട് ചെയ്ത സാസുകയും ആ
അപ്പാപ്പനും അവർ രണ്ടുപേരും ഇപ്പോൾ ഒരു പ്രത്യേക ഗുഹയുടെ അടുത്തേക്ക് വന്നേക്കാണ്. ആളാണെങ്കിൽ ഒരു വിസിൽ നീട്ടി അടിക്കും. ഒരു നിമിഷം ഒരുപാട് പരുന്തുകൾ പുറത്തേക്ക് വരികയാണ്. പരുന്താണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് പറന്നു വന്ന് ആളുടെ കയ്യിലിരിക്കും. അപ്പാപ്പൻ പറയും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിൻ ചെയ്താണ് ഇവറ്റകൾ ഇങ്ങനെ ആക്കി മാറ്റിയത്. ഇവരൊരിക്കൽ ആരുടെയെങ്കിലും ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒബേ ചെയ്യാൻ തുടങ്ങിയ മറ്റാരെന്തു പറഞ്ഞാലും കേൾക്കില്ല. ആ ഒരു സിംഗിൾ പേഴ്സന്റെ ഓർഡേഴ്സ് മാത്രമേ ഇവറ്റകൾ കേൾക്കൂ. നീ കൈ നീട്ടി അവറ്റകളെ വിളിച്ചു നോക്ക്. ഏതെങ്കിലും ഒന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കതിനെ കൊണ്ടുപോവാം. ആസുകയാണെങ്കിൽ കൈ നീട്ടും. അടുത്ത നിമിഷം ഒരു പരുന്തങ്ങനെ വന്ന് അവന്റെ കയ്യിലിരിക്കുകയാണ്. അത് കണ്ട് അപ്പാപ്പൻ ഞെട്ടും. കട്ട് ചെയ്ത ഇവിടെയാണെങ്കിൽ എപ്പോഴത്തേതും പോലെ ബൊറൂട്ടോയും ആ പയ്യനും അവർ രണ്ടുപേരും ചേർന്ന് പരുന്തിന് ട്രെയിനിങ് കൊടുക്കുകയാണ്. ട്രെയിനിങ് കൊടുത്ത് അതിപ്പോൾ ഒരു വിധത്തിൽ എലികളെയൊക്കെ പിടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അടുത്ത നിമിഷം അവരെ ഞെട്ടിച്ചുകൊണ്ട് ആ പയ്യന്റെ അമ്മ, ആ സൂ ഓണർ ലേഡിയും സെക്യൂരിറ്റി ഗാർഡ്സും അവിടേക്ക് എത്തും. എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന്. ഈ പരുന്ത് അത് നിന്റെ കയ്യിലായിരുന്നല്ലേ ചോദിച്ച് അവളാണെങ്കിൽ ദേഷ്യപ്പെട്ട് ആ പരുന്തിനെ പിടിച്ചു മേടിക്കും. ഒരു റയർ പരുന്താണ്, ഒരു കാരണവശാലും ഇതിനെ പെറ്റായിട്ട് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവരിപ്പോൾ അവിടുന്ന് കടന്നു പോവാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ശ്രമിക്കും. അതിന് ആ പയ്യനാണെങ്കിൽ ബൊറൂട്ടോയോട് അതിൽ ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് കടന്നു പോകും. ഇത് കണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ ഷോക്കായി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.